മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം മുഴക്കി ഇന്ന് ഭാരതീയം ട്രസ്റ്റ് ഇഫ്താർ വിരുന്ന് ഒരുക്കി. തിരുവനന്തപുരം നന്ദാവനം മുസ്ലിം അസോസിയേഷൻ ഹാളിലായിരുന്നു കാരുണ്യ സംഗമം. പരിപാടിയിൽ തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. അനേകം രോഗികൾക്കും അശരണരായവർക്കും ആശ്വാസമായി ഭാരതീയം ട്രസ്റ്റ് കാലങ്ങളായി തിരുവനന്തപുരത്ത് നിലകൊള്ളുന്നു. ഡയാലിസിസ് സഹായ പദ്ധതി അടക്കം നിരവധി പദ്ധതികളാണ് ഭാരതീയം ട്രസ്റ്റ് മുൻപോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരം നന്ദാവനം മുസ്ലിം അസോസിയേഷൻ ഹാളിൽ ഇന്ന് നടന്ന ഇഫ്താർ കാരുണ്യ സംഗമം ജാതിക്കും മതത്തിനുമപ്പുറം മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം മുഴക്കുന്നതായിരുന്നു. ഇഫ്താർ വിരുന്നിൽ ശ്രദ്ധേയമായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളുമായിരുന്നു. ആദ്യം NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ എത്തി. പിന്നീട് സിറ്റിംഗ് MP ശശി തരൂരുമെത്തി. ഒട്ടും വൈകാതെ തന്നെ LDF സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രനുമെത്തി. കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ ശ്രദ്ധേയരായവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം മുഴക്കി ഇമാം ജഫാർ മൗലവി ആശംസകൾ അറിയിച്ചു. നിങ്ങൾക്കറിയാം, ഈ കടുത്ത ചൂടുകാലത്ത് ഡോക്ടർമാരെല്ലാം സാധാരണ വെള്ളം കുടിച്ചാൽ പോരാ, ഉപ്പിട്ട കഞ്ഞിവെള്ളമോ മോരുവെള്ളമോ ഉപ്പിട്ട് കുടിക്കണമെന്ന് പറയുന്ന സമയത്താണ് ഉമിനീര് പോലും സൂക്ഷിച്ച് 13.5 മണിക്കൂർ ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. ഇതൊരത്ഭുതമാണ്. തൊട്ടുപിന്നാലെ സ്വാമി ഗുരുരത്നം, ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖരൻ, പന്ന്യൻ രവീന്ദ്രൻ എന്നിവരും ആശംസകൾ അറിയിച്ചു. ലോകത്ത് പകർന്നു നൽകിയ നന്മയുടെ, ശാന്തിയുടെ സന്ദേശങ്ങൾ പരസ്പരം പങ്കുവെക്കുവാൻ സാധിക്കുന്ന ഇടങ്ങൾ, അതാണ് തിരുവനന്തപുരത്തെ ഇഫ്താർ വേദികൾ. ഒരു മതസൗഹാർദ്ദ വേദിയാണ്. നമ്മൾ ഇമാം ഇത്ര സൗന്ദര്യമായി സംസാരിച്ചു. തൊട്ടടുത്ത് ഗുരുരത്ന സ്വാമി, നമ്മുടെ യാനന്ദ പ്രസംഗ സ്വാമി നമുക്ക് വേണ്ടി സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാനിതിൽ 2 വാക്യം ചേർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരും ഈ നഗരത്തിൽ ജീവിക്കുന്നവരാണ്. ഇമാമെ, താങ്കൾ അള്ളാഹുവിനെ കുറിച്ച് ഒരു ചിത്രം വരച്ചത് ഇതന്നെയാണ് ഞങ്ങൾ ഹിന്ദു മതത്തിൽ ഞങ്ങൾ പഠിക്കുന്നത്. ഇതെന്താണ്? നിർഗുണ ബ്രഹ്മൺ. രൂപമില്ല, വാസനയില്ല, പുരുഷനല്ല, മഹിള അല്ല. ഇതാണ് ഞങ്ങളുടെ ഈ വിശ്വാസം. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ഒപ്പം മനുഷ്യന്മാരുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇങ്ങനെ ഒരു സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളുടെ ഋഷിമാർ സഗുണ ബ്രഹ്മണിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ ഏത് രൂപത്തിലും നമുക്ക് വിചാരിക്കാൻ സാധിക്കുന്നത് പഠിപ്പിച്ചത്. ഇമാം സ്വാമിജിയും വളരെ വിസ്താരമായിട്ട് ഈ സീസണിനെ പറ്റി അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ഫീലിങ്സും വ്യൂസും ഞാൻ അതിനെ ഏറ്റവും റെസ്പെക്ട്ഫുള്ളി, ആദരപൂർവ്വം ഞാനും അത് വിശ്വസിക്കുന്നു. ഞാൻ വളരെ വലിയ സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതൊരു നോമ്പ് ബ്രേക്കിംഗ്, നോമ്പിൻ്റെ തുറക്കുന്ന ഈ ഒരു ഹോളി ടൈമിൽ ഞാൻ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഭാരതീയ ട്രസ്റ്റ് വ്രതാനുഷ്ഠാനം എന്നത് ഓരോ മനുഷ്യനും അവരുടെ സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നേരിട്ടറിയുക എന്നാണ്. അതുപോലെ ഒരു ഉന്നതമായ സംസ്കാരം ലോകത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് നയിച്ച വലിയൊരു മഹാൻ്റെ ഓർമ്മയാണ് നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് നബി തിരുമേനി. ആ ഓർമ്മയിൽ ഞാനും സാധാരണ വ്രതാനുഷ്ഠാനമുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അപ്പുറമാണ് കേരളത്തിന്റെ മതസൗഹാർദ്ദം എന്ന സന്ദേശം മുഴക്കിക്കൊണ്ടായിരുന്നു ഇഫ്താർ വിരുന്നിൽ 3 സ്ഥാനാർത്ഥികളും ആശംസകൾ അറിയിച്ചത്. ഒരുമിച്ച് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിനു ശേഷം സ്ഥാനാർത്ഥികൾ പരസ്പരം ഹസ്തദാനം നൽകി പിരിയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്, തിരുവനന്തപുരം.